ഹലോ ഫാം, ദ ലാസ്റ്റ് ഫ്രണ്ടിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം 3 മിനിറ്റിൽ തന്നെ നമ്മുടെ ചങ്ക് പിടഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. 4 കൊല്ലം മുന്നേയുള്ള ഫ്ലാഷ് ബാക്കാണ്. അതും അലാസ്കയിലല്ല, ഷിക്കാഗോയിൽ. ഫ്രാങ്ക് മുന്നേ മാർഷൽ സേവനം നടത്തി ജീവിച്ചിരുന്ന ഈ സമയത്തൊക്കെ ലൂക്കിനൊപ്പം തന്നെ നല്ല ഓമനത്തമുള്ള റൂബിയും ഒപ്പമുണ്ട്. ഡാഡീസ് പ്രിൻസസ് എന്ന പോലെ. ഒരിക്കൽ വാതോരാതെ റൂബിയുമായി സംസാരിച്ച് ഇഷ്ടഐറ്റമായ മാർഷ്മെലോസ് ഇട്ട ഹോട്ട് ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ലൂക്കുമായി സ്ട്രീറ്റിലൂടെ നടന്ന് ഒരു കടയിൽ കയറി നിൽക്കുകയാണ് റൂബിക്ക് പെട്ടെന്നൊരു ചിന്ത വരുന്നത്. അവൾക്ക് തോന്നുന്ന ഓരോ ആഗ്രഹങ്ങൾ പേപ്പറിൽ എഴുതിയിടുന്ന ഒരു ജാർ കാറിലുണ്ട്. പെട്ടെന്ന് തോന്നിയൊരു വിഷ് എഴുതിയിടാനായി അപ്പോൾ തന്നെ കാറിൻ്റെ ചാവിയും കൊടുത്ത് സൂക്ഷിച്ച് വണ്ടിയൊക്കെ നോക്കി പോണേന്ന് പറഞ്ഞ് വിട്ട ശേഷം ചോക്ലേറ്റുമായി ഫ്രാങ്ക് കാറിലിരുന്ന് കുത്തിക്കുറിക്കുന്ന റൂബിക്കടുത്തേക്ക് എത്തി. ഇതാ മേഡം നിങ്ങളുടെ ഓർഡർ എന്ന് പറഞ്ഞ് നിൽക്കേ മുതുവത്ത് തുരുതുര വെടികൊണ്ട് വീണ്ടിട്ടും ഫ്രാങ്ക് സർവ്വശക്തിയും എടുത്ത് കാറ് തുറന്നത് റൂബിക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കാനായിരുന്നു. വല്ലാത്തൊരു കാഴ്ച. നെഞ്ചത്ത് വെടികൊണ്ട് ചോരയൊഴുകുന്ന റൂബിയും അച്ഛനെ നോക്കി കരയുന്ന കണ്ട് പിടയിലോടെ എടുത്ത് ചേർത്ത് പിടിച്ച് കിടത്തി. ഓടിയെടുത്ത് ലൂക്കിനോടായി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ആംബുലൻസിനെ വിളിക്കാൻ തത്രപ്പെടുമ്പോൾ ആ പാവത്തിൻ്റെ വായിന്ന് രക്തം തുപ്പി തുടങ്ങിയിരുന്നു. റൂബിയുടെ മരണം ഇത്രത്തോളം ആഴത്തിലുള്ളൊരു വേദനയായിരുന്നെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ സംഭവത്തിൻ്റെ പിന്നിലെ റീസണും വെടിവെച്ചതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതുവരെ ഫ്രാങ്ക് സാറയോടോ ലൂക്കിനോടോ പറഞ്ഞിട്ടില്ല. ലൂക്കിൻ്റെ കുറ്റബോധം അന്ന് ആംബുലൻസിനെ പെട്ടെന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചാണ്. രാത്രി തിരികെ വീട്ടിലെത്തിയ ഫ്രാങ്ക് ലൂക്കിനെ കണ്ട് സംസാരിക്കുക അവരെന്താ സംഭവിച്ചെന്ന് അറിഞ്ഞേ തീരൂ എന്ന് പോകുന്നത് കണ്ട അസ്വസ്ഥതയിലാണ്. ഇതെല്ലാം ഒന്നുകൂടി മനസ്സിൽ മിന്നി പറഞ്ഞ ശേഷം എന്തായാലും സത്യവിന്നി സാറയോടും മോനോടും പറയാമെന്ന് ഫ്രാങ്ക് കരുതുന്നത്. കുടുംബകാര്യങ്ങൾക്കൊപ്പം തന്നെ വരുന്നതാണ് നിലവിലെ നാടിൻ്റെ സ്ഥിതിയും. കയ്യിൽ കിട്ടിയിട്ടുള്ള വിൻസെന്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ക്യാപിറ്റൽ ഗസറ്റിലെ പത്രങ്ങളുടെ ശേഖരത്തിൽ നിന്ന് തിയാഗോയുടെ ഫോട്ടോ വന്ന പത്രത്തിൻ്റെ എഡിറ്ററുമായി സംസാരിച്ചത് വഴി അയാളുടെ വേറെ കുറച്ച് ചിത്രങ്ങളും ലഭിക്കാനുള്ള വഴിയായിട്ടുണ്ട്. FBI എത്തും വരെ ആരും തിയാഗയെ ചോദ്യം ചെയ്യുന്നുള്ള നിർദ്ദേശമുള്ളതുകൊണ്ട് ആരും അനങ്ങാതെ നിൽക്കുന്നത് സിഡ്നിക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. കാരണം അവളുടെ ഏതാണ്ട് എല്ലാ വഴിയും അടഞ്ഞുപോയ മട്ടാണ്. CIA ഓപ്പറേറ്റ് ചെയ്യണം വിൻസെന്റ്. അവനെക്കൊണ്ട് എന്തെങ്കിലും പറയിക്കാൻ താൻ ശ്രമിക്കാമെന്ന് സിഡ്നി തത്രപ്പെടുന്നതുകൊണ്ട് ഫ്രാങ്ക് എന്നാലൊന്ന് ക്വസ്റ്റ്യനിങ് നടത്തിയേക്കാമെന്നങ്ങനെ സിഡ്നിയെ പിറകിൽ നിർത്തി അവനെന്ന് വീർപ്പിക്കാമെന്ന് വെച്ചാൽ നല്ല ധൈര്യവും. ഒട്ടും കുലുങ്ങാത്ത കണ്ട് സിഡ്നി ഇടയിലേക്ക് കയറി ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നത് നിന്റെ CIA മായ്ച്ചു നീക്കിയ ജീവിതമെല്ലാം ഇപ്പോൾ മറ്റൊരു ഫോട്ടോ കണ്ടെടുത്ത പോലെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ്. കാരണം വിൻസെന്റ് തിയാഗോയുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തി കഴിഞ്ഞാൽ CIA പിന്നിലെ പങ്ക് പുറത്തു വരും. അപ്പോൾ പിന്നെ ഇവൻ അവർക്കൊരു ബാധ്യതയാണ്. ബാധ്യതയായി മാറുന്നവരെല്ലാം CIA ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ഹാവ്ലോക്കിൻ്റെ കാര്യത്തിൽ കാണുന്നില്ലേ? അതേപോലെ വിൻസെന്റ് വിശ്വസിക്കുന്ന ഏജൻസിയുടെ തനി രീതി അവൻ തന്നെ സ്വയം അറിയുമെന്നൊക്കെ സിഡ്നി റൈസ് ആവുന്നതിൽ ഒന്നും വിൻസെന്റിന് ഒരു കുലക്കവുമില്ല. ഈ മിഷന് വേണ്ടിയിട്ട് എല്ലാം നഷ്ടപ്പെടാൻ തയ്യാറാണ്. ഭീഷണിയെല്ലാം തള്ളിക്കളഞ്ഞങ്ങനെ ഇരിക്കുന്നത് ഒരു സുഖമില്ലാത്ത കാഴ്ച തന്നെയാണ്. തിയാഗോയുടെ കോളറിനുള്ളിൽ സ്ഥാപിച്ച ബഗിലൂടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ബിരുദനായ ഹാവ്ലോക്കും. മറ്റൊരു കാര്യം, വിൻസെന്റിനെ സ്പോട്ട് ചെയ്ത പുതിയ ഫോട്ടോ കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ളതുകൊണ്ട് തന്നെ അയാളുടെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ കൂടെ നിൽക്കുന്നവരെ കണ്ടെത്തുക എന്നത് ദുഷ്കരമാണ്. കാരണം സിഡ്നി പറയുന്നത് അതിലെ കുട്ടികൾക്ക് വരെ ഇപ്പോൾ തൻ്റെ പ്രായമായി കാണും. എന്തോ റാലിയോ പ്രതിഷേധമോ മറ്റോ നടക്കുന്ന സന്ദർഭമാണെന്ന് ഒരു സൂചനയുണ്ട്. പ്ലെയിൻ ക്രാഷിലൂടെ പുറത്തുചാടിയ ക്രിമിനൽസിലെ മറ്റൊരുവൻ ഹെൻറി പാറ്റൺ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ലോഡ്ജ് മുറിയിൽ കുളിക്കാൻ നിന്നപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു അണ്ടർ കവർ പോലീസുകാരനെ കൊന്നതിൻ്റെ പേരിൽ ജയിലിലായ ഒരുവൻ. ഫ്രാങ്ക് ചെല്ലുന്നതും ഇവനവിടെ മുട്ടൻ പ്രശ്നമാണ്. ആചാനുബോഹമായി ഹെൻറി ആരെയും അടുപ്പിക്കാൻ സമ്മതിക്കാതെ കയ്യേറ്റം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഫ്രാങ്ക് ശാന്തമായി ഒന്ന് മെരുക്കിയെടുക്കാൻ ജാക്കറ്റൊക്കെ ആയിട്ട് മെല്ലെ ചെല്ലുന്നതും ഈ പ്രാന്തനുണ്ടോ അടങ്ങുന്നു. കുരിച്ചു നിർത്തി ഫ്രാങ്കിനും കൊടുത്തിട്ട് കഴുത്തിന് പിടിച്ച് എറിഞ്ഞും തറ തുടയ്ക്കുന്ന ബോക്സൊക്കെ തടിത്തെറിപ്പിച്ച് ഒടുക്കം ഒരു ജനറേറ്റർ വലിച്ചൂരി പൊക്കിയെടുത്ത് ഫ്രാങ്കിൻ്റെ മേലേക്ക് ഇടാൻ പൊക്കി നിൽക്കേ കറണ്ട് വന്നു. സമാധാനമായി. ജനറേറ്ററുമായി കണക്ട് ചെയ്യുന്ന വയർ വെള്ളത്തിൽ കിടന്ന വഴി 11 ഷോക്ക് അടിച്ച് തരിച്ച് വീഴുമ്പോൾ ഇനി 2 ക്രിമിനൽസിലെ മാത്രമാണ് കിട്ടാനുള്ളത്, ഹാവ്ലോക്കിനെ കൂടാതെ. അത് ജൂലിയൻ സ്റ്റീലും മാർക്കസ് റാംസെയും. അവരെ കൂടെ പിടിച്ചാൽ പിന്നെ പാതി തൊല്ല ഒഴിഞ്ഞു കിട്ടും. ആ പൊട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും വിൻസെന്റിനെ പിടികൂടി കസ്റ്റഡിയിലെടുത്ത വിവരം ബ്രാഡ്ഫോർഡിൻ്റെ ചെവിയിൽ നിന്നെത്തുമ്പോൾ അതിൻ്റെ നിയന്ത്രണം എങ്ങനെയും ഏറ്റെടുത്ത് അവർ കുതകുന്ന നടപടിയെടുക്കാനുള്ള പ്ലാനാണ്. ഇവിടെ നമ്മൾ അറിയുന്ന വേറൊരു കാര്യം, ഈ വിൻസെന്റ് ഒരു CIA ഓപ്പറേറ്റീവ് തന്നെയായിരുന്നു എന്നതിലുപരി അവൻ സിഡ്നിയുടെ അച്ഛൻ്റെ കെയർ ഓഫിലുള്ള ഒരാൾ കൂടിയായിരുന്നു. അയാൾക്കൊപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന ഒരുവൻ. എന്തായാലും CIA നിലവിൽ ആ ഡെഡ്മാൻ സ്വിച്ച് ഉണ്ടല്ലോ, ഹാവ്ലോക്ക് 72 മണിക്കൂറിനുള്ളിൽ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തില്ലെങ്കിൽ ആർക്കൈവ് വിവരങ്ങൾ പുറം കൈകളിലെത്തുന്ന പരിപാടി. ആ പ്രോഗ്രാമിന് ഒരു താൽക്കാലിക ശമനമെന്ന പോലെ വിദഗ്ധരെ കൊണ്ട് രാപ്പകലില്ലാതെ പണിയെടുപ്പിച്ച് അത് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അത് ടൈം ഔട്ട് ആയാലും ഓട്ടോമാറ്റിക്കലി ആർക്കൈവ്സിൻ്റെ അകത്തുമില്ല. എന്നാൽ ആ സെർവറിൽ തന്നെ കിടപ്പുണ്ട് ഫയൽ. അത് നീക്കം ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ്ലി ലോക്കാണ്. മീൻസ് ഹാവ്ലോക്കിന് പോലും അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവനിത് നല്ലൊരു അടിയാണ്. ആ ആർക്കൈവ് ആയിരുന്നു ഇത്രയും സമയം ഹാവ്ലോക്കിനെ തുറപ്പിച്ചിട്ട്. ഇപ്പോൾ പ്രോഗ്രാം ക്രാക്ക് ചെയ്തതോടെ അതിലേക്കുള്ള ആക്സസും പോയിരിക്കുകയാണ്. മാർഷൽ സംഘം ഒടുവിൽ ഹാവ്ലോക്ക് ഘടിപ്പിച്ചിട്ടുള്ള വിൻസെന്റിനുള്ളിലെ ആ ബഗ് കണ്ടെത്തുന്നുണ്ട്.
എങ്ങനെയെന്നാൽ വൈദ്യുതി തിരികെ എത്തിയതോടെ റേഡിയോസിൻ്റെ മറ്റുമെല്ലാം പ്രവർത്തനം വിലയിരുത്തുന്നതിനിടെ അവരുടെ ഈ കമാൻഡ് പോസ്റ്റിനുള്ളിൽ നിന്നായി ഒരു ട്രാൻസ്മിഷൻ സിഗ്നൽ സ്പോട്ട് ചെയ്തു. ഒരു ഉദ്യോഗസ്ഥ ഫ്രാങ്കിനോട് ഇതെന്ന് പറയുന്നതും കേൾക്കുന്നത് സിഡ്നിക്ക് മനസ്സിലായി അത് വിൻസനിൽ നിന്ന് തന്നെയാണെന്ന്. പിന്നെ മേലും കീഴും നോക്കാതെ വിൻസനെ കടന്നു ചെന്ന് ചെക്ക് ചെയ്യുന്നതും ആ ബഗ് കണ്ടെത്തി ഫ്രാങ്കിന് കൊടുക്കുമ്പോൾ അവളുടെ വിചാരം ഇത് സിഐയുടെ പണിയാണെന്നാണ്. വിൻസെന്റിന് സിഐയെ നേതൃത്വം കൊടുക്കുന്നത് ആ ബഗ് വഴി വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണെന്നും അതവർ നല്ലവണ്ണം അറിഞ്ഞിട്ടും അനങ്ങാതെ ഇരിക്കുന്നതാണെന്നും ഒക്കെ പറയുന്നതിലും വൈകാതെ ട്രാൻസ്മിഷൻ വഴി ഒരു സിഗ്നൽ തിരിച്ചയച്ച് നോക്കുന്നതിലൂടെ ഇത് ഹാവ്ലോക്കിൻ്റെ പരിപാടിയാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇത് ഫെയർബാങ്ക്സിനുള്ളിൽ നിന്ന് തന്നെയാണ്. മാത്രമല്ല ഹാവ്ലോക്കുമായി തിയാഗോയുടെ നേരിടൽ തിയേറ്ററിൽ വെച്ചുണ്ടായതും കണ്ടതാണ്. ഫ്രാങ്കിനെ വീട്ടിൽ നിന്ന് എമർജൻസിയായി വെളിവന്ന് പോകേണ്ടി വരുമ്പോൾ സാറയും ലുക്കും അവിടെ തന്നെ ഉണ്ട്. അന്ന് റൂബിയുടെ മരണത്തിന് ശേഷം ഫ്രാങ്ക് ഒരു തോക്ക് ബുക്ക് പോലെ തോന്നിക്കുന്നൊരു ബോക്സിലായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഹാവ്ലോക്ക് പറഞ്ഞ ആ രഹസ്യം. മകളുടെ മരണവുമായിട്ട് ആ തോക്കിന് ബന്ധമുണ്ട്, പക്ഷേ ഇതുവരെ അത് ആരോടും ഫ്രാങ്ക് പറഞ്ഞിട്ടുമില്ല. തലേ രാത്രി ലൂക്ക് തർക്കിച്ചതും ഈ ബുക്കിനുള്ളിലെ തോക്ക് കണ്ടെത്തിയത് വെച്ചിട്ടാണ്. അത് സാറയോടും ചെക്കൻ പറഞ്ഞിപ്പോൾ ഫ്രാങ്ക് ആ രഹസ്യം വെളിപ്പെടുത്തുന്നത് നിരവധി പോക്കൃത്തരം കാട്ടിയ ഒരു ക്രിമിനലിൻ്റെതാണ് ആ തോക്ക്. പേഡി കൂഗൻ എന്ന ആ ക്രിമിനലിനെ ഒടുക്കം പൂട്ടാനൊരു അവസരം കിട്ടി ഒരു വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരു ഐറണി എന്തെന്നാൽ നിരവധി തെളിവില്ലാത്ത കുറ്റം ചെയ്ത് രക്ഷപ്പെട്ടു പോരുന്ന അവൻ ചെയ്യാത്ത ഒരു നിരപരാധിയ ക്രൈമിൻ്റെ പേരിലായിരുന്നു പിടികൂടിയത്. തോക്കിലെ വിരലടയാളം പാഡിയുമായി മാച്ചല്ലെന്ന് മനസ്സിലാക്കി അവനെ കൊടുക്കാൻ വേണ്ടി ആ തോക്ക് ആരും അറിയാതെ ഫ്രാങ്ക് ചൂഴ്ന്നു മാറ്റി. ഇതിൻ്റെ കേന്ദ്രയിൽ കൂഗൻ നടത്തിയ ഒരു ആക്രമണമായിരുന്നു അന്ന് സംഭവിച്ചതും റൂബി മരിക്കാനിടയായതും. താൻ മൂലമാണ് റൂബി നഷ്ടമായെന്ന നല്ല കുറ്റബോധം ഫ്രാങ്കിൽ അണയാതെ കിടപ്പുണ്ട്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് കേൾക്കുന്ന ലൂക്കിന് എരച്ചു കയറുന്നത് അവൻ അന്ന് ആംബുലൻസിനെ വിളിക്കാൻ വൈകിയതിലാണ് അങ്ങനെ നടന്നതെന്ന് പറഞ്ഞുള്ള നിരാശയായിരുന്നു ഈ കാലം മൊത്തവും. പക്ഷേ എല്ലാറ്റിനും കാരണം തൻ്റെ അച്ഛൻ്റെ അതിസാഹസമാണെന്ന് അറിയുന്നതോടെ അവൻ നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുന്നു. സാറ ഷോക്ക്ഡാണ്. അവളുടെ സൈലൻസ് ആ ഷൗട്ടിന് മേൽ ഭീതിജനകവും. അങ്ങനെ നാളിതുവരെ മൂടിവെച്ചിരുന്ന രഹസ്യം പുറത്ത് പറഞ്ഞപ്പോൾ രംഗം വളരെ വഷളാണ്. എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ പോലും ഒന്ന് ഡെസ്പാകാനാകാതെ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഫ്രാങ്കിന്. മുൻപ് ബഗിൻ്റെ ട്രാൻസ്മിഷൻ ട്രേസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഹാവ്ലോക്കിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ടൗണിന് പുറത്തുള്ള ഒരു കൂറ്റൻ ഫയർ ടവറാണത്. പക്ഷെ അവിടേക്ക് വണ്ടിയിലോ ചോപ്പുള്ളോ പോയാൽ അവരത് മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമം നടത്തും. അതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി കുതിരപ്പുറത്ത് ആ മഞ്ഞിൻ പ്രദേശത്തൂടെ മെല്ലെ അലർട്ടായി നടക്കുമ്പോഴാണ് വഴിയിൽ വേറൊരു പ്രശ്നം. കിട്ടാനുള്ള 2 ക്രിമിനൽസിൽ ഒരുവൻ മാർക്കസ് റാംസെ. അവനവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തോക്കെടുത്ത് വെടിപൊട്ടിക്കുന്നതിലും ഫ്രാങ്ക് സംഘവും സാഹസികമായി അവനെ പിടികൂടി അറസ്റ്റ് ചെയ്യുന്നു. എന്തായാലും ടവറിലെത്തുമ്പോൾ ഹാവ്ലോക്കില്ല. അവനവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. പക്ഷേ സിഡ്നി ആ സാഹചര്യം കണ്ട് ഗണിക്കുന്ന ഒന്ന് ഇത് ഹാവ്ലോക്കിന് പതിവില്ലാത്തതാണ്. അവൻ ട്രാൻസ്മിഷൻ ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഓരോ സ്ഥലം വിട്ടുപോകുമ്പോഴും അവിടെ ഒരു ട്രേസിങ്ങും അവശേഷിപ്പിക്കില്ല. പക്ഷേ ഇവിടുത്തെ സാഹചര്യം നോക്കിയാൽ പുള്ളിക്കെന്തോ വെപ്രാളമോ ഇമോഷണലി ട്രിഗർ ആവുകയോ ഉണ്ടായിട്ട് തത്രപ്പെട്ട് പോയതായാണ് തോന്നുന്നത്. കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഡിസ്ക് പോലും നശിപ്പിക്കാതെ പോയത് വഴി അവർ കണ്ടെത്തുകയാണ് അവൻ പോയിരിക്കുന്നത് എയർമാനായ ജമാലിനടുത്തേക്കും. സെക്യൂരിറ്റി ഓപ്പറേറ്റീവ് അവനിലൂടെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഏജൻസിയായ NSAയുടെ ലിസണിംഗ് പോസ്റ്റുണ്ട്. നോട്ടപ്പുള്ളികളായ പലരെയും രഹസ്യമായി നിരീക്ഷിച്ചു വരുന്ന ഒരു ലിസണിംഗ് പോസ്റ്റ്. നേവിയുടെ പ്രവർത്തനങ്ങൾക്കിടയിലൂടെ രഹസ്യമായി നടത്തിവരുന്നൊരു പരിപാടിയാണ്. അത് നടുക്കടലിലായി. ഹാവ്ലോക്കിന് ഇവിടേക്ക് എത്തേണ്ട കാര്യം ഇതിനോടകം CIA സെർവറിൽ സ്റ്റക്കായിട്ടുള്ള ആ ആർക്കൈവ് ഫയലിലെ അത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇമ്പോസിബിളായിട്ടുള്ളത് ചെയ്യാനാണ് ഹാവ്ലോക്കിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്ന് ബ്രാഡ്ഫോണിൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ഹാവ്ലോക്ക് ഒടുവിൽ ഈ ജമാലിനെ ഭീഷണിപ്പെടുത്തി അവിടേക്കെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൗശലമായി വീഴ്ത്തി അവരുടെ ആയുധങ്ങൾ പലതും കൈക്കലാക്കി ലോക്കാക്കുന്നു. അവിടുത്തെ ആർക്കൈവ്സിൽ നിന്ന് ഫയലുകൾ കണ്ടെത്തി അവന് വേണ്ട വിവരങ്ങൾ തിരിഞ്ഞ് കരസ്ഥമാക്കുന്നു. ഡെഡ്മാൻ സ്വിച്ച് ഡൗൺ ആയതെക്കുറിച്ച് ബ്രാഡ്ഫോർഡ് സിഡ്നിയിൽ നിന്ന് മറച്ചു വയ്ക്കുമ്പോൾ ഹാവ്ലോക്കിൻ്റെ വഴിയിലൂടെ ഫ്രാങ്കും കൂട്ടരും തുറമുഖത്തേക്ക് എത്തി പറ്റുന്നെങ്കിലും അവൻ അവിടെ വിട്ടതായി മനസ്സിലാക്കുന്നു. ഡേറ്റയെല്ലാം കളക്ട് ചെയ്ത് അവനാകട്ടെ ഒരു കാർ സംഘടിപ്പിച്ച് അവിടുന്ന് പായുന്നു. ഇന്നേരം പ്ലെയിനിൽ സെർച്ച് നടത്തി തുടങ്ങുന്ന ഫ്രാങ്കിനും സിഡ്നിക്കും വിവരം ലഭിക്കുന്നതോടെ അവർ ഒരു സാഹസിക ചേസിങ്ങിലൂടെ ഒടുവിൽ ഹാവ്ലോക്കിൻ്റെ വണ്ടി ക്രാഷ് ചെയ്യിച്ച് അവനെ കൊടുക്കുന്നു. പ്ലെയിൻ ലാൻഡ് ചെയ്യിക്കുന്നതും സിഡ്നി ഓടിയെത്തി പൊട്ടിത്തെറിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോഴേക്കും പോലീസും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഹാവ്ലോക്കിനെ ഒടുക്കം കസ്റ്റഡിയിലേക്ക് എടുക്കുമ്പോൾ ഫ്രാങ്കിൻ്റെ കാര്യത്തിൽ ഇത് മറ്റൊരു ഇൻമേറ്റിനെ FBI കൈമാറി അയക്കുന്ന ചടങ്ങ് മാത്രമാണെങ്കിലും സിഡ്നിക്ക് ഇതിലൂടെ ഇനി കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കാനാകും, അവരുടെ മേൽ ചുമത്തിയുള്ള കുറ്റങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ശേഷിക്കുന്ന ഒരു ഇൻമേറ്റിനെ തുൾസ എന്ന സ്ഥലത്തായി കണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരമുള്ളതായി ഫ്രാങ്ക് അവിടെ താവളത്തിലെത്തിയ ശേഷം സിഡ്നിയോടായി പറയുന്നുണ്ട്. ആ ഇൻമേറ്റിൻ്റെ സഹോദരൻ ഒരാൾ അവിടെ തങ്ങുന്നുണ്ട്. എന്തായാലും അതിന് തങ്ങളുടെ കൺസേൺ അല്ല, സ്റ്റേഷൻ പോയത് വിട്ടുപോയതുകൊണ്ട് ഒക്ലഹോമയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു തലവേദന എല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. FBI ഹാവ്ലോക്കിനെ സ്റ്റേറ്റ്സിലേക്ക് വിശദ ചോദ്യം ചെയ്യലിനെ കൊണ്ടുപോകുമ്പോൾ കർക്കശമായി തന്നെ സിഡ്നിയെ കൂട്ടില്ലെന്ന് പറയുന്നുണ്ട്. കാരണം ഒന്നാമതേ അവളുടെ പേരിൽ കേസുണ്ട്. എന്നാൽ ഫ്രാങ്കിൻ്റെ ഡിമാൻഡിൽ അവളെ കൂട്ടുമ്പോൾ ഉദ്ദേശം സിഡ്നിയുടെ ഇന്നസെൻസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. രണ്ടുപേരും എന്തായാലും ഫസ്റ്റ് മീറ്റിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു റെസ്പെക്റ്റൊക്കെ പരസ്പരം നൽകി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുടുംബത്തിൻ്റെ നല്ല ഭാവിയെക്കുറിച്ച് സംസാരിച്ച് പിരിയുന്നു. അങ്ങനെ വീട്ടിൽ തിരികെ എത്തുന്ന ഫ്രാങ്കിനെ കാത്തിരിക്കുന്നത് വേദനിപ്പിക്കുന്ന വാർത്തയാണ്.
സാറയും ലൂക്കും അവരുടെ ബന്ധുവീട്ടിലേക്ക് പിണങ്ങിപ്പോയി. നിരാശയിലും വിഷമത്തിലും ഇരിക്കുന്ന ആ സമയത്താണ് അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ഫ്രാങ്ക് വെറുതെ ഇരുന്ന് റൂബിയുടെ ഫോട്ടോ നോക്കിയിരിക്കെ മുമ്പ് തിയാഗോയുടെ പഴയ ഫോട്ടോസിന് മുന്നിൽ നിന്ന് സിഡ്നി പറഞ്ഞ വാക്ക് മൈൻഡിലേക്ക് വരികയാണ്. ഫോട്ടോയിലുള്ളവരെ കണ്ടെത്താൻ പ്രയാസമായിരിക്കുമെന്നും കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ തൻ്റെ പ്രായം കാണുമെന്നുള്ള സിഡ്നിയുടെ ആ സംസാരം. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കുന്ന ഫ്രാങ്ക് രാത്രി തന്നെ സ്റ്റേഷനിലെത്തി ആ ഫോട്ടോസ് നോക്കി സിഡ്നിയെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്യുന്നു. അത് നീണ്ടങ്ങനെ അവളുടെ അച്ഛനായ റോബർട്ട് സ്കോഫീൽഡിലേക്കും ചെന്ന് കുട്ടിക്കാലത്ത് ഇരുവർക്ക് ലഭിച്ച ഒരു റോട്ടറി അവാർഡ് ഫോട്ടോയിലൂടെ ഫ്രാങ്കിന് മുന്നിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം ചുരുളഴിയുകയാണ്. വിൻസെൻ്റിൻ്റെ ഫോട്ടോയിലുള്ള അച്ഛനും മകളും ഈ റോബർട്ടും സിഡ്നിയുമാണ്. അവളത് മറച്ചു വെച്ചതായിരുന്നു. തിയാഗോ ആരാണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. കാരണം അവളുടെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിരുന്ന ആളാണ്. തിയാഗോ പ്രവർത്തിച്ചത് സിയയ്ക്ക് വേണ്ടിയല്ല, സിഡ്നിക്ക് വേണ്ടിയായിരുന്നു എന്ന വസ്തുത റിയലൈസ് ചെയ്ത് ഫ്രാങ്ക് ഹച്ചിനെ വിളിച്ചറിയിക്കുന്ന ഒരു പീക്ക് മൊമെൻറ്റിൽ ഈ എപ്പിസോഡ് നിർത്തുമ്പോൾ മറന്നീങ്ങുന്നത് എല്ലാറ്റിൻ്റെയും മുന്നിൽ നിന്ന് ചരട് വലിച്ചത് അവൾ തന്നെ. കള്ളം പറയുമായിരുന്നു അവൾ ഇത്രയും നേരം ഫ്രാങ്കിനും സംഘത്തിനും മുന്നിൽ. സിഡ്നിയാണ് ആ പ്ലെയിൻ തകരാനുള്ള പ്രധാന കാരണം. അവളാണ് എല്ലാറ്റിനും പിന്നിൽ. ഇനിയാണ് അപ്പോൾ പുതിയ കളികൾ തുടങ്ങാൻ പോകുന്നത്. എല്ലാം തലകീഴായി മറിയുന്ന വലിയ ട്വിസ്റ്റിൽ എപ്പിസോഡ് ഇവിടെ തീരുമ്പോൾ ഇതിൽ സിഡ്നിയുടെ മോട്ടീവ് എന്തായിരുന്നു അപ്പോൾ ഇത്രയും സമയം? ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ ലവ്ലീസ്.